ലാസ്റ്റ് ലെക്ചറിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ V2, V3 and V0 കണ്ടു. അപ്പോൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് V3 ഇൻ V0. Substitute. Therefore we can write V0 is equal to A2 into V3 എന്നുള്ളതിന് we can write V3യുടെ വാല്യൂ എന്ന് പറയുന്നത് V2 plus VD ആണ്. V2 plus VD. സോ ഇനി നമുക്ക് V2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കിവിടെ A1 V1 ആണ്. അത് നമുക്ക് ഇവിടെ V2ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore V0 is equal to A2 into V1 A1 plus VD. ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. നമുക്കിനി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. ദാറ്റ് ഈസ് A2 A1 V1 പ്ലസ് A2 ഇൻറ്റു VD. അപ്പോൾ ഈ ഇക്വേഷൻ, അതായത് ആംപ്ലിഫയർ വിത്തൗട്ട് ഫീഡ്ബാക്ക് അനലൈസ് ചെയ്യുവാണെങ്കിൽ ഇൻപുട്ട് ഗെറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഓവറോൾ ഗെയിൻ A1 A2 ആൻഡ് ഡിസ്റ്റോർഷൻ ഗെറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ A2. അതൊരു പോയിൻ്റായിട്ട് എഴുതാം നമുക്ക്. ദാറ്റ് ഈസ്, സോ ഇവിടെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് A1 A2 V1 പ്ലസ് A2 VD ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ഡിസ്റ്റോർഷൻ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഔട്ട്പുട്ട് ഒരു ഡിസ്റ്റോർഷൻ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. സോ അനാലിസിസ് ഓഫ് ഫസ്റ്റ് കേസ് നമ്മൾ കഴിഞ്ഞു. ഇനി ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്ക്, അതായത് ദാറ്റ് ഇസ് എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ആംപ്ലിഫയർ നമുക്ക് നോക്കാം. അതായത് ഫിഗർ ബി. ഇപ്പം നമ്മൾ രണ്ട് ഫിഗർ ഇവിടെ വരച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഫിഗർ ആണ് നമ്മളിപ്പം അനലൈസ് ചെയ്തത്. ഇനി സെക്കൻഡ് ഫിഗർ നമുക്ക് നോക്കാം. ഇനി ഈ ഒരു ഫിഗറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇവിടെ ഔട്ട്പുട്ട് ബീറ്റ എന്ന ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി ഒരു ഫീഡ്ബാക്ക് സിഗ്നൽ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ VF ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഇവിടെ V2 എന്ന് പറയുന്ന വോൾട്ടേജ് നോക്കുവാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് V2? V2 എന്ന് പറയുന്നത് ഈ ഒരു സമ്മറിന്റെ ഔട്ട്പുട്ടാണ്. അതായത് V1 മൈനസ് VF ആണ് V2 എന്ന് പറയുന്നത്. നമുക്ക് ഇക്വേഷൻ എഴുതാം. V2 is equal to V1 മൈനസ് VF. V2 is equal to V1 മൈനസ് VF. ഇനി നമുക്ക് V3 നോക്കാം. V3 എന്താണ്? ഇവിടെ V3 എന്ന് പറയുന്നത് ഈ പോയിന്റിലെ വോൾട്ടേജ് ആണ്. അതായത് A1ന്റെ ഔട്ട്പുട്ടാണ് V3. A1ന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് V2 ആണ്. സോ V3 by V2 എന്ന് പറയുന്നത് A1 ആണ്. സോ വി ക്യാൻ റൈറ്റ് V3 is equal to A1 V2. A1 V2. ഇനി നമുക്ക് V ഔട്ടിന്റെ ഇക്വേഷൻ എഴുതാം. V0 is equal to V0 എന്ന് പറയുന്നത് ഈ A2ന്റെ ഔട്ട്പുട്ടാണ്. A2ന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് V4 ആണ്. സോ V0 by V4 എന്ന് പറയുന്നത് A2 ആണ്. Therefore V0 is equal to A2 into V4. സോ ഇവിടെ നമുക്ക് V4ന് പകരം നമുക്ക് V4ന്റെ ഇക്വേഷൻ എഴുതിയില്ല അല്ലേ? V4ന്റെ ഇക്വേഷൻ എഴുതാം. V4 എന്ന് പറയുന്നത് V4 is equal to, നമുക്ക് ആ സർക്യൂട്ടിൽ നോക്കാം. V4 എന്ന് പറയുന്നത് ഈ ഒരു സമ്മറിന്റെ ഔട്ട്പുട്ടാണ്. ഈ ഒരു സമ്മറിൽ രണ്ട് ഇൻപുട്സ് വന്നേക്കുന്നത്, ഒന്ന് V3 ആൻഡ് അനദർ വൺ ഇസ് VD. സോ V4 is V3 പ്ലസ് VD. V3 പ്ലസ് VD. ഇനി നമുക്ക് ഈ ഔട്ട്പുട്ട് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഔട്ട്പുട്ട് ഇക്വേഷൻ V0 is equal to, നമുക്കിവിടെ A2 into V4 ആണ്. അവിടെ V4ന് പകരം നമുക്ക് ഈ ഒരു ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഇസ് A2 into V3 പ്ലസ് VD. ഇനി നമുക്ക് ഇവിടെ V3യുടെ ഇക്വേഷൻ ഉണ്ട്. V3യുടെ ഇക്വേഷന് പകരം നമുക്ക് A1 V2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. സോ ഇറ്റ് വിൽ ബി A2 into V3ക്ക് പകരം A1 V2 പ്ലസ് VD. ഇനി ഈ V2ന്റെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. V1 മൈനസ് VF. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു A2 into A1 into
V1 minus Vf plus Vd. ഇനി ഈ വി എഫിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. വി എഫിൻ്റെ ഇക്വേഷൻ സർക്യൂട്ടിൽ ഒന്ന് നോക്കാം. വി എഫ് എന്ന് പറയുന്നത് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടാണ് അല്ലേ. അപ്പോൾ ബീറ്റയുടെ ഔട്ട്പുട്ടാണ് വി എഫ്. ഇൻപുട്ട് എന്ന് പറയുന്നത് V0 ആണ്. സോ വി എഫ് ബൈ V0 ഇസ് ഈക്വൽ ടു ബീറ്റ. അപ്പോൾ നമുക്ക് കിട്ടും വി എഫ് ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു V0 നമുക്ക് എഴുതാം. വി എഫ് ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു V0. അപ്പോൾ നമുക്ക് ഈ ഒരു ബീറ്റ V0 നമുക്ക് ഈ ഇക്വേഷനിൽ എഴുതാം. Therefore V0 is equal to A2 into A1 into V1 minus beta V0 plus Vd. ഇനി ഈ ബ്രാക്കറ്റ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. V0 is equal to A2 into A1 V1 minus A1 beta V0 plus Vd is equal to A2 A1 V1 minus A2 A1 beta V0 plus Vd. ഇനി നമുക്ക് ഈ V0 ടേംസ് എല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം. ഇപ്പോൾ V0 into 1 plus A2 A1 beta is equal to A2 A1 V1. ഇവിടെ ഒരു A2 കൂടി വരും. ഈ ഒരു ബ്രാക്കറ്റിനകത്ത് ാണ് Vd. സോ ഇവിടെ ഒരു A2 കൂടി വരും പ്ലസ് A2 ഇൻറ്റു Vd. അപ്പം നമുക്ക് എഴുതാം V0 is equal to A2 A1 V1 by 1 plus A2 A1 beta plus A2 Vd divided by 1 plus A2 A1 beta. അപ്പോൾ നമുക്ക് നെഗറ്റീവ് വിത്ത് ആംപ്ലിഫയർ വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് നമുക്ക് വിത്തൗട്ട് ഫീഡ്ബാക്കിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷനുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് A2 A1 V1 പ്ലസ് A2 Vd ആണ് വിത്തൗട്ട് ഫീഡ്ബാക്കിൽ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഇക്വേഷനുമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അടുത്ത വിത്ത് ഫീഡ്ബാക്ക് ഇക്വേഷനിൽ ഡിനോമിനേറ്ററിൽ ഒരു ടേമും കൂടി വരുന്നുണ്ട്. ഓക്കെ, 1 പ്ലസ് A2 A1 ബീറ്റ എന്ന് പറഞ്ഞ ഒരു ടേം രണ്ട് ടേംസിലും വരുന്നുണ്ട്. അപ്പം ഇവിടെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് V1 എന്ന് പറയുന്നത് ഇവിടെ A2 A1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് A2 A1 ബീറ്റ ആണ്. അപ്പം നേരത്തെ കേസിൽ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് A2 A1 മാത്രമായിരുന്നു. So we can say that the amplification factor of the input signal is reduced from A2 A1 to A2 A1 by 1 plus A2 A1 beta. Okay, that is the amplification factor of the input signal. Input signal എന്ന് പറയുന്നത് Vi ആണ്, V1 ആണ്. V1ന്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് അതിനോടൊപ്പം ഉള്ള സാധനമാണ്. അപ്പം A2 A1ൽ നിന്നും ഈ ഒരു ടേമിലോട്ട് റെഡ്യൂസ് ആയി. ഇനി ഡിസ്റ്റോർഷൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ നേരത്തെ കേസിൽ A2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഡിസ്റ്റോർഷൻ ഇസ് റെഡ്യൂസ്ഡ് ഫ്രം A2 to A2 by 1 plus A2 A1 beta by introducing a negative feedback. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. A2ൽ നിന്നും A2 by 1 plus A2 A1 ബീറ്റയിലേക്ക് റെഡ്യൂസ് ആയി ഡിസ്റ്റോർഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഇൻപുട്ട് സിഗ്നലിന്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വിട്ടിട്ട് നമുക്കിവിടെ അഡ്വാൻറ്റേജ് മാത്രം പറയുവാണെങ്കിൽ there is reduction in distortion from A2 Vd to A2 by 1 plus A2 A1 beta Vd. So it is possible to reduce the distortion by increasing the gain of preamplifier. That preamplifier gain എന്ന് പറയുന്നത് A1 ആണ്. ഇവിടെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോയിൽ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നുണ്ട് ഫീഡ്ബാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി.